ഒരു ചെറിയ ട്രിഗർ മതി. ദെൻ വിൽ ബി ബാക്ക് ടു സ്റ്റേ നമ്മുടെ ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ നമ്മളെത്തും. ഒരാള് ഒരു ദേഷ്യം ഒരു തെറ്റായ കാര്യം എന്നോട് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി എൻ്റെ ശ്വാസത്തെ നിയന്ത്രിച്ച് അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയും, "മിണ്ടാതിരിയെടാ, നീ ഒന്നും ചെയ്യണ്ട" പറഞ്ഞാൽ അയാളുടെ ഈ അധിക്ഷേപ വാക്കുകൾ എൻ്റെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യപ്പെടില്ല. ഇല്ല. അവരാലോചിക്കുമ്പോ അവർക്ക് വലിയ പരാജയമായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര് സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ നമ്മള് കാണുന്നുണ്ട്. അപ്പോ ഈ വിജയത്തെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് ഗുരുജിയുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഈ വിജയവും പരാജയവും എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ തീരുമാനം എൻ്റെ തീരുമാനമാകാൻ കഴിയില്ല. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം ഞാൻ ദുഃഖിതനായിരിക്കും. ഈ ഡിറ്റാച്ച്മെൻ്റ് ഒരിക്കലും ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഉം. അവൻ മദ്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ എന്ത് വന്നു? മദ്യം. മദ്യം വന്നു. പിന്നെ എങ്ങനെ അവൻ ഡിറ്റാച്ച്ഡ് ആകും? ഓൾറെഡി അവൻ അറ്റാച്ച്ഡ് ആയി. ആ. ആ അടിമത്തമാണ് ഭയത്തെ, സങ്കടത്തെ ജനിപ്പിക്കുന്നത്. അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോൺ ദേഹത്തുള്ളിടത്തോളം കാലം ക്യാൻസർ സെല്ലിന് വളരാൻ കഴിയില്ല. ഇങ്ങനെ ഏതവസ്ഥയിലും വളരെ പ്രൊഡക്റ്റീവ് ആകാനും കണ്ടൻറ്റഡ് ആകാനും പറ്റിയ ഒരു മാർഗം യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് ആണ്. എല്ലാവരും സന്തോഷം അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയാൽ നമുക്കിപ്പം യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിലും ഒക്കെ ഒരുപാട് സെർച്ചസും ഒരുപാട് ഇതും കാണാം. നമുക്ക് എങ്ങനെ ഹാപ്പി ആവാം? എങ്ങനെ നമുക്ക് നമ്മുടെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാം? നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ നമ്മള് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണും എക്സൈറ്റഡ് ആയിട്ട് നമ്മളതിങ്ങനെയൊക്കെ ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ട്രിഗർ മതി. ദെൻ വിൽ ബി ബാക്ക് ടു സ്റ്റേ നമ്മുടെ ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ നമ്മളെത്തും. ഇങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും ഒരു ലൈഫ് പോണെ. അപ്പോ ഗുരുജിയുടെ ഒരു പെർസ്പെക്റ്റീവില് എന്താണ് സന്തോഷം ആൻഡ് എങ്ങനെയാണ് ഈ ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവരാ? 2 കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. ഇത് വളരെ ഒരു ആഴത്തിലുള്ളതൊന്നുമല്ല. അറിയാത്തത് കൊണ്ടാണ് അതിന് വലിയ സീരിയസ്നെസ് വരുന്നത്. കമ്പൾസീവും കോൺഷ്യസും ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഉം. കമ്പൾസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്ത്. ഫോഴ്സ് ചെയ്യപ്പെടുന്നു, നിയന്ത്രണാതീതമായിട്ടുള്ളത്. സബ്ജക്റ്റീവ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. കോൺഷ്യസ് എന്ന് പറയുന്നത് ഈ ആക്ഷനും റിയാക്ഷനും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ വികാരങ്ങൾ, ഉം. ഇമോഷൻസ്, ഹാപ്പിനെസ് എന്നെല്ലാം പറയുന്നത് ഹോർമോൺസ് ആണ്. ഉദാഹരണത്തിന് എങ്ങനെയാണ് നമുക്ക് ദേഷ്യം വരുന്നത്? ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മെ അങ്ങ് അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് ശരിയല്ല. നമുക്ക് ആ ഒരു ദേഷ്യം നമ്മുടെ അനുഭവത്തിൽ വരും. ശരിയല്ലേ? തീർച്ചയായിട്ടും. ആ. ഈ ആൾ അടുത്ത ദിവസം വന്നു, കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല, എന്നത് ഇയാൾ പറഞ്ഞിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി നിങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചത്. നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മെ അങ്ങ് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പുകഴ്ത്തുകയാണ്. എന്ത് തോന്നും? സന്തോഷം. സന്തോഷം തോന്നും. ഇവിടെ എങ്ങനെയാണ് ഈ ദേഷ്യവും സന്തോഷവും വന്നത്? ആദ്യം ഇയാൾ സെയിം മനുഷ്യൻ, സെയിം എൻവയോൺമെൻറ്റ്, വാക്കുകൾ സെയിം മീഡിയത്തിലൂടെ നമ്മുടെ ചെവിയിൽ വീണു അല്ലേ? വൈബ്രേറ്റ് ചെയ്തു, ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്ത് ആ ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകളാക്കി കൺവേർട്ട് ചെയ്തു, നമ്മുടെ മെമ്മറി സ്റ്റോറേജിൽ കൊണ്ടുപോയി ട്രിഗർ ചെയ്തു. ന്യൂറോ റിസപ്റ്റേഴ്സും മോഡുലേറ്റേഴ്സും ചേർന്ന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കണ്ടീഷൻ ഉണ്ടായി. ഇതാണ് എൻ്റെ കെമിസ്ട്രി. ആ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു കൺക്ലൂഷനിലെത്തും, ദിസ് ഈസ് എഗെയിൻസ്റ്റ് മൈ പ്രസ്റ്റീജ്. കൺക്ലൂഷൻ. ആ കൺക്ലൂഷൻ അഡ്രിനൽ ഗ്ലാൻഡിനെ ട്രിഗർ ചെയ്യും, അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അഡ്രിനാലിൻ ബ്ലഡിൽ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം എന്ന വികാരം ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് എ ഗ്ലാൻഡ് ആൻഡ് ഇറ്റ്സ് എ ഹോർമോൺ. അടുത്ത ദിവസം ഇതേ ആൾ, ഇതേ എൻവയോൺമെൻറ്റ്, ഇതേ മീഡിയം, ഇതേ പ്രോസസ്സ്, പക്ഷേ കൺക്ലൂഷൻ എന്താണ്? എല്ലാം നല്ലതാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് അവർ പിറ്റ്യൂട്ടറി ഈസ് ട്രിഗേർഡ് ഓർ പീനിയൽ ഈസ് ട്രിഗേർഡ്. അപ്പോൾ ഓക്സിറ്റോസിൻ, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഉണ്ടായത്. അപ്പോഴാണ് നമുക്ക് ഒരു ഗൂസ് ബമ്പും കാര്യങ്ങളെല്ലാം കൂടി. അപ്പോൾ ഇവിടെ രണ്ടും പ്രവർത്തിച്ചത് എവിടെ? ആരാ? ഗ്ലാൻസ്. പ്രാണാപാനയോർ ഗ്രന്ഥി രജപേത്യഭിധീയതേ. നിങ്ങളുടെ രാജ വെച്ചാൽ ആക്ടിവിറ്റി, രജസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. എല്ലാ വികാര വിചാരങ്ങളും നിയന്ത്രിക്കുന്നത് ആര്? ഹോർമോൺസാണ്. ഹോർമോൺസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലാൻഡുകൾ, ഗ്രന്ഥികളാണ്. അപ്പോൾ എനിക്ക് ഹാപ്പിനെസ് വേണമെന്നോ, എനിക്ക് ആങ്കർ വേണമെന്നോ, എനിക്ക്
എന്താണ് ആങ്സൈറ്റി വേണമെന്നോ ആരാ തീരുമാനിക്കുന്നത്? എൻ്റെ ഗ്ലാൻഡുകളാണ്. പക്ഷേ അത് കമ്പൾസീവ് ആയാൽ ഐ ആം ആൻ അഡിക്റ്റ് ഓർ ഐ ആം എ സ്ലേവ് ഓഫ് ദാറ്റ്. ഉം. ബാഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിലാണ് എൻ്റെ ജീവിതം ഇങ്ങനെ അടിമയായിട്ട് പോണത്. എന്നാൽ എൻ്റെ ഗ്രന്ഥികളുടെ പ്രവർത്തനം ഞാൻ നിയന്ത്രിച്ചാൽ, കോൺഷ്യസ് ആയാൽ, ഐ വിൽ ബി ഹാവിങ് ദ ലൈഫ് ഓഫ് എ മാസ്റ്റർ ഓർ എ വിന്നർ. അതർവൈസ് ഐ വിൽ ഹാവ് ദ ലൈഫ് ഓഫ് എ സ്ലേവ്. അപ്പോൾ അടിമയുടെ ജീവിതം വേണോ ഉടമയുടെ ജീവിതം വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇഫ് യു ക്യാൻ കൺട്രോൾ നിങ്ങളുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉടമയായി. അത് എപ്പോഴെങ്കിലും ബാഹ്യ പ്രേരണകൾക്ക് അധീനമായിരുന്നാൽ നിങ്ങൾ അടിമയായിട്ട് ജീവിക്കും. ഇതുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷം വേണം, സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം ശക്തിയാണ്. അത് ആർജിക്കണമെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് കൺട്രോൾ ഓവർ യുവർ ഗ്ലാൻസ്. ഗ്രന്ഥികളുടെ നിയന്ത്രണം ശ്വാസ നിയന്ത്രണത്തിലൂടെ നേടിയെടുത്താൽ മൈൻഡ്ഫുൾനെസ് എന്ന അവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പറ്റും. അതെപ്പോഴും നമ്മുടെ എൻഡോർഫിൻസിനെ, ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറയില്ല, ഇതിനെ നമുക്ക് ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കാം. ഒരാൾ ഒരു തെറ്റായ കാര്യം എന്നോട് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി എൻ്റെ ശ്വാസത്തെ നിയന്ത്രിച്ച് അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയും, മിണ്ടായിരിടാ, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ഈ അധിക്ഷേപ വാക്കുകൾ എൻ്റെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യപ്പെടില്ല. ഇല്ല. പ്രോസസ്സ് ചെയ്യപ്പെട്ടാൽ പോലും ഗ്ലാൻഡിനെ ആക്റ്റീവ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ ആം കോൺഷ്യസ് എബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ. അതാണ് സ്വതന്ത്രത. ഇയാൾ എത്ര ട്രിഗർ ചെയ്താലും ഐ ആം നോട്ട് ഇൻഫ്ലുവൻസ്ഡ്. എന്നാൽ കമ്പൾസീവായിട്ട് ആ വാക്കുകൾ വന്നു എൻ്റെ നിയന്ത്രണത്തിന് അതീതമായി ഗ്ലാൻഡ് പ്രവർത്തിച്ചാൽ ഐ വിൽ ബിക്കം ഫ്യൂറിയസ് ആൻഡ് ഐ വിൽ പുട്ട് മൈസെൽഫ് ഇൻ ടു ട്രബിൾ. നിമിഷങ്ങൾ കൊണ്ട് എൻ്റെ ആനന്ദം ഇല്ലാതായി ഞാൻ ദുഃഖിതനായി മാറും. ഇതാണ് ഗ്ലാൻഡുകളുടെ പ്രവർത്തനമാണ് വേണ്ടത്. ആചാര്യൻ പറയുന്നു, ഗ്രന്ഥി, ഗെറ്റ് കൺട്രോൾ ഓവർ യുവർ ഗ്ലാൻഡ്സ്. ഇനി വിജയം, പരാജയം, സക്സസും ഫെയിലിയറും. ഇന്ന് എല്ലാവരും വേറെ ആളെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആണോ എന്ന് തീരുമാനിക്കുന്നതും ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ. ഇത് വളരെ ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. പുറത്തുനിന്ന് ആൾക്കാർക്ക് തോന്നുമ്പോൾ വളരെ സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അവരാലോചിക്കുമ്പോൾ അവർക്ക് വലിയ പരാജയമായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സക്സസിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വിജയത്തെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് ഗുരുജിയുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഈ വിജയവും പരാജയവും എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ മനസ്സിലാണ്. മനസ്സിന് ദ്വൈതങ്ങളില്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇല്ലേ? അതെ, അതെ. ഞാൻ വിജയമോ പരാജയമോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഞാനാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ തീരുമാനം എൻ്റെ തീരുമാനമാകാൻ കഴിയില്ല. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം ഞാൻ ദുഃഖിതനായിരിക്കും. അതുകൊണ്ടാണ് ഈ സമൂഹം വിജയിച്ചു എന്ന് ലേബൽ ചെയ്ത ആൾക്കാർ അവർ മയക്കുമരുന്നിന് അടിമയാകുന്നത് കാണാം, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ട്? അവർക്ക് തോന്നുന്നത് അവരൊരു പരാജയമാണെന്നാണ്. കാരണം അവരുടെ ജന്മലക്ഷ്യം അവർക്ക് മനസ്സിലായിട്ടില്ല. സമൂഹം ആരോപിച്ച ഒരു ജോലി, ധർമ്മം അവർ ചെയ്തു, പക്ഷെ സ്വധർമ്മം ചെയ്തില്ല. ഇതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സ്വധർമ്മ വിജാപേക്ഷ്യ നവികമ്പിതും അർഹതി സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാൽ ഭയാനകം. അർത്ഥം എന്താണ്? ഞാൻ ജനിച്ചത് എൻ്റെ ഇഷ്ടത്തിനാണ്, പക്ഷേ എൻ്റെ ജനനത്തോടുകൂടി ഞാൻ അത് മറന്നുപോകും. അവിടെ ഞാൻ എന്നെ അന്വേഷിച്ച് നടക്കും, എൻ്റെ ധർമ്മം അന്വേഷിച്ച് നടക്കും, ഞാൻ എന്തിനാണ് ജനിച്ചത് എന്ന് അന്വേഷിച്ച് നടക്കും. അത് കണ്ടെത്താത്തിടത്തോളം കാലം ഞാൻ ചെയ്യുന്ന ധർമ്മം ആരുടേതായിരിക്കും? പരധർമ്മമായിരിക്കും. ഞാൻ ജനിച്ചത് എന്നെ കണ്ടെത്താനാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഐ നെവർ ബോദർ വാട്ട് അതേഴ്സ് ആർ ടെല്ലിങ് അബൌട്ട് മീ. ഇതാണ് നമുക്ക് ആൾക്കാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗീത പറഞ്ഞതും ഇതാണ്. എൻ്റെ ധർമ്മം ഞാൻ എന്നിൽ നിന്ന് കണ്ടെത്തണം. ഐ ഷുഡ് ബി ഏബിൾ ടു ലിസൺ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം എന്നോട് എന്താണ് പറയുന്നത് എന്ന് ഞാൻ കേൾക്കാൻ പഠിച്ചാൽ, തലച്ചോറ് പറയുന്നതിനെ ഞാൻ
ഗവനിക്കില്ല. കാരണം തലച്ചോറ് എപ്പോഴും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുള്ളൂ. അവരെന്ത് പറഞ്ഞു, ഞാൻ എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്ത് മണത്തു, എന്ത് രുചിച്ചു, ഇതൊക്കെ സെൻസസ് അറിയുള്ളൂ. ചെയ്യുന്നു. സെൻസസ് കൊണ്ടുവരുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്ന ജോലി മാത്രമേ ബ്രെയിനിന് ചെയ്യാൻ കഴിയൂ. ഉം. ദാറ്റ് ഈസ് ഓൺലി ആൻ ഇൻഫർമേഷൻ. അത് സജഷൻസ് ആണ്, നോട്ട് ഡിസിഷൻസ്. എന്നാൽ ഞാൻ എപ്പോൾ എൻ്റെ ഹൃദയവുമായി എൻ്റെ തലച്ചോറിനെ ഡയറക്റ്റ് ചെയ്ത് ഏയ് സമൂഹം ഇത് പറഞ്ഞു, ഹൃദയം എന്ത് പറയുന്നു എന്ന് ഞാൻ കേട്ടാൽ എൻ്റെ സ്വധർമ്മം എന്താണെന്ന് സാമൂഹ്യ ബോധത്തോടുകൂടി അതിൻ്റെ ആ പരിപ്രേക്ഷ്യത്തിൽ എൻ്റെ ഹൃദയം പറഞ്ഞു തരും, എടാ ഇത് ചെയ്യ്. ആ തീരുമാനം ഒരിക്കലും തെറ്റില്ല. ഒരിക്കലും തെറ്റില്ല. അതാണ് എൻ്റെ സ്വധർമ്മം. മനസ്സിലാകുന്നുണ്ടോ? അത് കേൾക്കാതെ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് പരധർമ്മമാവും. എൻ്റെ റിസൾട്ട് ഗീത പറയുന്നു ഡിസാസ്ട്രസ്, ഭയാനകം. അപ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരും ലേൺ ടു ലിസൺ അവർ ഹാർട്ട്. ഹൃദയത്തെ നാം കേൾക്കാൻ ശ്രമിച്ചാൽ, നേരത്തെ പറഞ്ഞില്ലേ എന്താണ് നാം ഇഗ്നോർ ചെയ്യേണ്ടത്, എന്തെന്നാണ് ഡിറ്റാച്ച് ചെയ്യേണ്ടത്? ഡിറ്റാച്ച്ഡ് ആകല്ല, യു അറ്റാച്ച് യുവർ സെൽഫ് വിത്ത് യുവർ ഹാർട്ട്. എപ്പോഴും എൻ്റെ ഹൃദയം എന്നെ നയിക്കും എന്ന ബോധം വളർത്തിയെടുക്കുക. ആ ഹൃദയത്തിലിരുന്നു കൊണ്ട്, ഇപ്പോൾ ആൾക്കാർ വെറുതെ സാന്ദർഭികമായിട്ടൊക്കെ പറയാറുണ്ടല്ലോ, ഈശ്വരൻ നമ്മോട് സംവദിക്കുന്നുണ്ട്, പക്ഷേ അത് ഹൃദയത്തിലൊരു മർമറായിട്ടാണ്. കേട്ടിട്ടില്ലേ? വളരെ സാഹിത്യപരമായിട്ടൊക്കെ പറയും. Poetic. ഹൃദയത്തിൽ നമ്മുടെ ഈ ഈശ്വരൻ ഹൃദയത്തിലൂടെ മന്ത്രിക്കുന്നുണ്ട്. എന്താണത്? യെസ്, യുവർ ഹാർട്ട് ഈസ് ഓൾവേസ് ഗിവിങ് യു Communicate. സജഷൻസ്, ബട്ട് യു മിസറബിളി ഫെയിൽ ടു ലിസൺ ഇറ്റ്. അങ്ങനെ ആ ഒരു അവസ്ഥ മാറ്റി നമ്മുടെ ഹൃദയത്തെ കേൾക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ സ്വധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ശ്രേയസ് ഉണ്ടാക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയാനകമാണ് അവസ്ഥ. ഇത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഗുരുജി സംസാരിച്ച സമയത്ത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും അതുപോലെ ഡിറ്റാച്ച്ഡ് ആവുന്നതിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അപ്പോൾ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? എല്ലാവർക്കും എത്താൻ ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണത്. ഒരുപാട് ലൈഫ് ഫിലോസഫി ഒക്കെ ഉള്ള ആൾക്കാർ എല്ലാ സമയത്തും പറയുന്നതാണ് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, നമ്മുടെ പാസ്റ്റ്, നമ്മുടെ ഫ്യൂച്ചർ, ഇതല്ലാതെ ഈ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് ഒരുവിധം എല്ലാ സ്ട്രെസ്സും വരുന്നത് അറ്റാച്ച്മെൻ്റ് എന്നാണ്. അപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ള ഒരു ശീലം വളരെ ബേസിക് ആയിട്ടെങ്കിലും ശീലിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അത് ഭയങ്കര, അപ്പോൾ ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ ഡിറ്റാച്ച്മെൻ്റ് ഒരിക്കലും ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നറിയാം? നമ്മൾ ഡിറ്റാച്ച്ഡ് ആകണം. എന്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണം? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മദ്യപാനി, അവൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ മദ്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണം. അവൻ മദ്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ എന്ത് വന്നു? മദ്യം വന്നു. പിന്നെ എങ്ങനെ അവൻ ഡിറ്റാച്ച്ഡ് ആകും? ഓൾറെഡി അവൻ അറ്റാച്ച്ഡ് ആയി. ഇതാണ് ഏറ്റവും വലിയ അപകടം. എനിക്ക് ഇന്ന ആഹാരം വേണ്ട, ഏത് ആഹാരം വേണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നോ ആ ആഹാരത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് നടക്കില്ല. ഇഫ് യു വോണ്ട് ടു ബി ഡിറ്റാച്ച്ഡ്, യു പ്രാക്ടീസ് അറ്റാച്ച്മെൻറ്റ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് പറ്റും? നാച്ചുറലി ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നു പോകും. വേണ്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ വേണ്ടതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക യെസ്. അല്ലേ? അല്ലാതെ എങ്ങനെ പറ്റുക? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പേന തരുന്നു എന്ന് വയ്ക്കുക. എൻ്റെ പേന എടുത്ത് തന്നിട്ട് പറയണം, ഇത് ഞാൻ തപസ് ചെയ്ത് നേടിയാണ്, മാജിക്കൽ പേനയാണ്. ഈ പേന വെച്ച് ഒരു ഫോൺ നമ്പർ എഴുതിയാൽ ആ നമ്പറിലുള്ള ആൾ ഉടനെ വിളിക്കും എന്ന് ഞാനൊരു അവകാശവാദം, മാജിക്കൽ പേൻ. പക്ഷേ ഒരു കണ്ടീഷൻ, ഇത് എഴുതുന്നതിന് മുമ്പ് മനസ്സിൽ കുരങ്ങനെ കുറിച്ച് ഓർക്കരുത്. കുരങ്ങൻ ഇങ്ങനെ ഡിറ്റാച്ച്, ഇതാണ് അവൻ റെസ്റ്റ്ലെസ് ആണ്. കുരങ്ങിനെ കുറിച്ച് ഓർക്കാതെ നിങ്ങൾ ഏത് നമ്പർ എഴുതിക്കോളും? ഒരിക്കലും പറ്റില്ല. എന്തിനെ കുറിച്ച് കുരങ്ങിനെ കുറിച്ച് ഓർക്കരുത്. അപ്പോഴേ കുരങ്ങൻ മനസ്സിൽ വന്നില്ലേ? അതെ അതെ. അപ്പോൾ കുരങ്ങിനെ കുറിച്ച് ഓർക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയണം, എഴുതുന്നതിന് മുമ്പ് ഒരു തത്ത നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് ചിന്തിക്കുക, എന്നിട്ട് എഴുതുക എന്ന് പറഞ്ഞാലോ? കുരങ്ങനെ പറ്റി പിന്നെ ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ നിങ്ങൾക്ക് എന്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണം എന്നല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ എന്തുമായി അറ്റാച്ച്ഡ് ആകണം എന്നാണ് ചിന്തിക്കേണ്ടത്. പിന്നെ മൈൻഡ്ഫുൾനെസ്. വാട്ട് ഈസ് യുവർ മൈൻഡ്? യുവർ മൈൻഡ് ഈസ് വാട്ട് യു തിങ്ക്. ഇല്ലേ? നിങ്ങളുടെ ഈ ശരീരം മാറ്റർ ആണെന്നറിയാമല്ലോ. അക്കോർഡിംഗ് ടു മോഡേൺ സയൻസ്, മാറ്റർ ഈസ് എ ടെമ്പററി മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി. ശരിയല്ലേ? എനർജിയുടെ രൂപം എന്താ?
ഊർജത്തിൻ്റെ രൂപമില്ല. രൂപമില്ല, അനന്തമാണ്, ഇല്ലേ? അപ്പം നിങ്ങളുടെ ശരീരം അനന്തമായ ഊർജത്തിൻ്റെ ഒരു പരിമിതമായ പ്രകടഭാവമാണ്, ഉം. ശരിയല്ലേ? അതെ. എങ്കിൽ നിങ്ങൾ ഈ അനന്തമായ ഊർജത്തെക്കുറിച്ച് ചിന്തിക്കൂ. യു ആർ വാട്ട് യു തിങ്ക്, ഉം. ശരിയല്ലേ? ഉം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ അനന്തമായ ഊർജത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അനന്തതയിലേക്ക് മാറും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. അനന്തത മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ അവിടെ വേറെന്തുണ്ടാകും? സോ ലേൺ ത്രൂ സയൻസ്, ദെൻ പ്രാക്ടീസ് ത്രൂ ട്രഡിഷൻ. ഇതാണ് ഞാൻ ചെയ്തത്. ശ്രുതി, യുക്തി, അനുഭവം. പഠിക്കുക, കേൾക്കുക, ഉം. എന്നിട്ട് യുക്തിപൂർവ്വം ചിന്തിക്കുക, എന്നിട്ട് എങ്ങനെയാ ധ്യാനിക്കേണ്ടത് എന്ന് പഠിച്ചിട്ട് അത് ചെയ്താൽ ഈ നമ്മൾ സാങ്കേതികമായി ഹീലിംഗ്, മൈൻഡ്ഫുൾനെസ്, വെൽനെസ്, ഡിറ്റാച്ച്മെൻറ്റ്, ഇതെല്ലാം തന്നെ നമ്മുടെ പരിമിതമായ മനസ്സിൻ്റെ ചിന്തകളാണ്. അപ്പോൾ ഒരു ശരിയെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം ദ്വൈതമാണ്. രണ്ടില്ലാതെ മനസ്സിന് ചിന്തിക്കാൻ കഴിയില്ല. പകലുണ്ടോ? രാത്രി. രാത്രിയുണ്ട്. ദുഃഖമുണ്ടോ? സുഖമുണ്ട്. സുഖമില്ലാതെ ദുഃഖം എങ്ങനെ തിരിച്ചറിയുക? ദുഃഖമില്ലാതെ സുഖം എങ്ങനെ തിരിച്ചറിയും? ആണുണ്ടെങ്കിൽ പെണ്ണുണ്ട്. ഈ നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ മെഷീനും പ്രവർത്തിക്കുന്നത് 2 എനർജി വെച്ചിട്ടാണ്, ന്യൂട്രലും ഫേസും. ഇല്ലെങ്കിൽ പ്രവർത്തനമില്ല. അപ്പോൾ മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ ഗുണവും ദോഷവും ചൂടും തണുപ്പും ഉണ്ടായേ മതിയാവൂ, വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേ മതിയാവൂ. അപ്പോൾ പിന്നെ എങ്ങനെയാ? സുഖമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ദുഃഖം കൂടെ അവൻ അംഗീകരിച്ചേ മതിയാവൂ. വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ത്രൂ മൈൻഡ്. പക്ഷേ മനസ്സിനപ്പുറത്തേക്ക് അതീന്ദ്രിയാവസ്ഥയിലേക്ക് മനസ്സിനെ മാറ്റിയാൽ ആ ദ്വൈതാവസ്ഥയിലേക്ക് എത്താം. ഇപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എല്ലാം നമുക്കറിയാം, ബട്ട് വി ആർ ട്രാപ്ഡ് ഇൻ ടു ഇറ്റ്. നമ്മൾ അതിന് അടിമപ്പെട്ടു പോയി. ആ അടിമത്വമാണ് ഭയത്തെ, സങ്കടത്തെ ജനിപ്പിക്കുന്നത്. എന്നാൽ അറിവിൻ്റെ ധൈര്യം വെച്ചിട്ട്, അറിവിൻ്റെ ബലം വച്ചിട്ട്, ഏതിൻ്റെ? അദ്വൈതം, മനസ്സിനപ്പുറത്തേക്ക് പോകാൻ ഏതൊരു നിമിഷം നമുക്ക് കഴിയുമോ അവിടെയാണ് സ്വതന്ത്രനാകുന്നത്. ഇപ്പോൾ സംസാരിച്ച സമയത്ത് ആദ്യമേ സംസാരിച്ച സമയത്തും ഭക്ഷണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും മൃഗങ്ങൾ അസുഖമൊക്കെ വരുമ്പോൾ ഫാസ്റ്റ് ചെയ്യാണ് ബേസിക്കലി ചെയ്യണത്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എന്നുള്ളത് എത്രത്തോളം വലിയ ഒരു ഒരു ഉപാധിയാണ് നമ്മുടെ മൊത്തം സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാനൊരു 7 ദിവസം വാട്ടർ ഫാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഐ ഡിപ്പെൻഡ് എ ലോട്ട് ഓൺ ഫാസ്റ്റിംഗ്. അപ്പം പല ആൾക്കാരും ഇത് മസിൽ ലോസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മസിലാണ് നമുക്ക് ലൂസ് ആവുന്നത്, വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ മെൻ്റലി എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും, എനിക്ക് കൂടുതൽ എനർജി ഉണ്ടാവും, ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആണ് വെൻ ഐ എം ഫാസ്റ്റിംഗ്. അപ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പല സമയത്തും വിചാരിക്കാറുണ്ട്, സുകൃതം എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ, ഗുരുജി പറഞ്ഞ പോലെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാം കഴിഞ്ഞ് മരിക്കാൻ തയ്യാറായി വന്ന ഒരാളുടെ അടുത്താണ് നാച്ചുറോപ്പതി, ഫാസ്റ്റിംഗ്, യോഗ ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇന്നാണ് ആ സിനിമ വന്നതെങ്കിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമായിരുന്നു. ബിക്കോസ് ഇന്ന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. ആൾക്കാർ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളൊരു ശാഠ്യമുണ്ട്, പ്രൂഫുള്ളത് മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളൊരു ശാഠ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഫാസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ലോജിക്കിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാസ്റ്റിംഗ് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഗുരുജി വിചാരിക്കുന്നത്? സി, ഓട്ടോഫാജി എന്നൊരു വാക്ക് ഉം. ഈ 60 വർഷമേ ആയിട്ടുള്ളൂ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള മൃതകോശങ്ങൾ, ഉം. മരിച്ച കോശങ്ങളുണ്ട്, ഇതിന് ദേഹത്തിന് എപ്പോഴും പുറന്തള്ളേണ്ടതുണ്ട്. പക്ഷേ ഇതിന് ശരീരത്തിന് നാം അവസരം കൊടുക്കുന്നില്ല. ആ. കാരണം ആധുനിക മനുഷ്യന് വിശപ്പില്ല. ഉം. വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം പൂർണ്ണമായിട്ടും ഒഴിയുമ്പോൾ മാത്രമേ വിശപ്പ് എന്ന അനുഭവം നമുക്കുണ്ടാവും. പിന്നെ ഇപ്പോഴും നമുക്ക് വിശക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം, അങ്ങനെ ഹങ്കറും വരുമ്പോൾ അപ്പറ്റൈറ്റും തമ്മിലുള്ള യെസ്, വ്യത്യാസം അല്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് മനസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം, അപ്പോൾ തിന്നണം എന്ന ഒരു ട്രിഗറേ ഉള്ളൂ, പക്ഷേ ആക്ച്വൽ അപ്പറ്റൈറ്റ് ഇല്ല. ഇല്ല. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം, ഇതും ആവശ്യമില്ലാതെ ആണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് ഓരോ 4 മണിക്കൂറും നിങ്ങൾ ആഹാരം കഴിക്കണം. അത് 4 മണിക്കൂർ കൊണ്ട് സർവ്വതും ദഹിക്കും. അപ്പോൾ ഇപ്പോഴ് നോബൽ പ്രൈസ് നേടിയ ഒരു ജാപ്പനീസ് ഡോക്ടർ വ്യക്തമായിട്ട് തെളിയിച്ചതാണ് ഈ ഓട്ടോഫാജി എന്ന് പറയുന്നത്. അതായത് മൃതകോശങ്ങളെ നാം ഫാസ്റ്റിങ്ങിലൂടെ പുറന്തള്ളാൻ ശരീരത്തെ സഹായിച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ ഈ പ്രോസസ്സ് കൊണ്ട് നമുക്ക് തടയാം. ഇതല്ലേ എല്ലാ മതങ്ങളിലും എല്ലാ തത്വസംഹിതകളിലും ഫാസ്റ്റിങ്ങിലൂടെ പഠിപ്പിച്ചത്. നമ്മുടെ ഹിന്ദു സംവിധാനത്തിൽ നിർജ്ജലോപവാസം എന്നൊരു ഉപവാസമുണ്ട്. നിർജ്ജലം, ഉം. വെള്ളവും ഇല്ല. വെള്ളം പോലും കഴിക്കാതെ മാസത്തിൽ 2 പ്രാവശ്യം. ഉം. അതായത് വെളുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്ന 11-ാം ദിവസം, കറുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്ന 11-ാം ദിവസം. ഉം. ഈ 11 ദിവസങ്ങൾ, ഏകാദശി ദിവസങ്ങളിൽ ഉം. വെള്ളം പോലും കഴിക്കാതെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഫാസ്റ്റ് ചെയ്യണം. ഇതിനെയാണ് നിർജ്ജലോപവാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? 11.5 മണിക്കൂറിൽ കൂടുതൽ ശരീരത്തിൽ ഈ ആഹാരവും വെള്ളവും ചെന്നില്ലെങ്കിൽ നമ്മുടെ പെരിട്ടോണിയം എന്ന് പറയുന്ന ശരീരഭാഗത്ത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാകും. ഈ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ ശരീരം അതിനെ അപകടകരമായൊരു അവസ്ഥയായി പരിഗണിക്കും. ഉം. അവിടെ നമ്മുടെ ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ആക്റ്റീവ് ആകും. ഉം. ആ സമയത്ത് ശരീരം ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. എന്തിന്? ഉം. ഈ പെരിട്ടോണിയത്തിലെ സ്ക്രാച്ചുകളെ ഉണക്കാൻ. ഉം. അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോൺ ദേഹത്തുള്ളിടത്തോളം കാലം ക്യാൻസർ സെല്ലിന് വളരാൻ കഴിയില്ല. എങ്ങനെയുണ്ട്? ഉം. അപ്പോൾ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നിശ്ചലമാക്കി വർക്ക് ഫ്രീ ആക്കിയിട്ടാൽ എന്ത് പറ്റും? ആ സമയത്ത് മാത്രമേ ശരീരത്തിന് റിപ്പയർ വർക്ക് ചെയ്യാൻ കഴിയൂ. ആമാശയത്തിൽ വെള്ളമോ ആഹാരമോ ഉള്ളിടത്തോളം കാലം അത് എപ്പോഴും കൺസ്ട്രക്റ്റീവ് മോഡിലായിരിക്കും. ഉം. റിപ്പയർ മോഡിലേക്ക് ഷിഫ്റ്റ് ആവില്ല. ബോഡിക്കൊരു വലിയ ഇൻ്റലിജൻസ് ഉണ്ട്. ഉം. അതെപ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആമാശയത്തിൽ ഇത് വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക, അതെപ്പോഴും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുക. ചിന്തകൾ വന്നാൽ ഉടനെ ചിന്തയ്ക്കനുസരിച്ച് ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാവും. ആ ഹോർമോൺസിനെ ശരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക. ഈ എൻഗേജ്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ശരീരത്തിൽ റിപ്പയർ നടക്കില്ല. റിപ്പയർ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും കോശങ്ങൾ, ലക്ഷക്കണക്കിന് കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നശിച്ച കോശങ്ങൾ എപ്പോഴും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ പുറന്തള്ളാൻ ശരീരത്തിന് സ്പേസ് കിട്ടുന്നില്ല. ഈ ഫാസ്റ്റിങ്ങിലൂടെ, അത് വാട്ടർ ഫാസ്റ്റിനേക്കാളും നല്ലത് വെള്ളവും ഇല്ലാതെ ഫാസ്റ്റ്. അതാണ്. അങ്ങനെ ഏത് വിധത്തിലെങ്കിലും ഫാസ്റ്റിങ്ങിലൂടെ നാം ഈ ഡെഡ് സെൽസിനെ എക്സ്പെൽ ചെയ്യാൻ ശരീരത്തെ സഹായിച്ചാൽ ഇന്ന് നാം കാണുന്ന 99% രോഗത്തെയും നമുക്ക് ഇല്ലായ്മ ചെയ്യാം. മറ്റൊന്ന്, ഇല്ലായ്മ ചെയ്യുന്നതിനുപരി നമ്മുടെ മറ്റ് ഹിഡനായിട്ട് കിടക്കുന്ന പൊട്ടൻഷ്യൽസിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിന് ക്ലാരിറ്റി കൂടുമെന്ന് പറയുന്നത്. ഇങ്ങനെ ഏതവസ്ഥയിലും വളരെ പ്രൊഡക്റ്റീവ് ആകാനും കണ്ടൻറ്റഡ് ആകാനും പറ്റിയ ഒരു മാർഗം യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് ആണ്. നേരത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഘട്ടങ്ങളും 7ൻ്റെ ഒരു ഗുണിതത്തിനെ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? ശരീരത്തിൽ നമുക്ക് സപ്ത ആധാരങ്ങളുണ്ട്, കേട്ടിട്ടുണ്ടോ? ചക്രങ്ങൾ. ആ. അതാണ് സഹസ്രാരം, ആ. പിന്നെ ഭ്രൂമധ്യം, ആ. വിശുദ്ധി, ആ. പിന്നെ അനാഹതം, ഉം. മണിപുരകം, സ്വാധിസ്ഥാനം, ഉം. പിന്നെ മൂലാധാരം. ഉം. ഇങ്ങനെ 7 ആധാരങ്ങളാണ്. ഈ 7 ആധാരങ്ങളിലായിട്ടാണ് 7 ശക്തികൾ പ്രവർത്തിക്കുന്നത്. അത് ശരീരത്തിലെ മെയിൽ എനർജി സഹസ്രാരത്തിലും ഫീമെയിൽ എനർജി മൂലാധാരത്തിലും. ഇതിനെയാണ് ശിവനും ശക്തിയുമെന്ന് തന്ത്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓഹോ. നാം കഴിക്കുന്ന ആഹാരം, വെള്ളം, ചൂട്, വായു, ശബ്ദം, ഇങ്ങനെ 5 ശക്തികൾ 5 ആധാരങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 7. ആയുർവേദത്തിൽ സപ്തധാതുക്കൾ രസം, രക്തം, മജ്ജ, മാംസം, അസ്ഥി, മേധസ്, ശുക്ലം, ഇങ്ങനെ 7 തലങ്ങളിലായിട്ടാണ് ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നടക്കുന്നത്.
പിന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇവൻ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഇവനോ ഇവളോ ഉം. ആണായാലും പെണ്ണായാലും ഉം. അവർ കുട്ടിയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. 7 വയസ്സ് കഴിഞ്ഞ് അടുത്ത 14 വയസ്സിനകത്ത് 7ൻ്റെ രണ്ടാമത്തെ ഗുണിതത്തിനകത്ത് ആൺകുട്ടി ആണായും ഡിക്ലെയർ ചെയ്യും. അവന് ഇറക്ഷൻ ഉണ്ടാകും. ഈ ആഡംസ് ആപ്പിൾ ഉണ്ടാകും. ഉം. മീശയുടെ ചെറിയ ലൈനൊക്കെ കണ്ടു തുടങ്ങും. പെൺകുട്ടി പ്യൂബർട്ടി ഡിക്ലെയർ ചെയ്യും. യെസ്. അപ്പോൾ ആണുമായി പെണ്ണുമായി. പക്ഷെ അഡോളസൻസ് ചെയ്യാണ്. അടുത്ത ഗുണിതം ഏതാ? 21. 21. 99% കുട്ടികളും അല്ലെങ്കിൽ വ്യക്തികളും ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകും, ഇന്ററാക്ഷൻ. ആ. ഇൻ്ററാക്ഷൻ ഉണ്ടാകും. ഇണയെ അന്വേഷിക്കുന്ന സമയമാണ്. ആ സമയത്താണല്ലോ പ്രേമം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നിട്ട് അടുത്ത 28, അതായത് 4-ാം ഗുണിതം എന്ന് പറയുമ്പോൾ മനസ്സ് പ്രായപൂർത്തിയാവുന്ന സമയമാണ്. ഇതൊരു വളരെ തന്ത്രപരമായ ഘട്ടമാണ്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒന്ന് പുറകിലേക്ക് നോക്കിയാൽ 27, 28, 29 ഈ 3 വർഷത്തിനകത്ത് ഡ്രാസ്റ്റിക്കായിട്ടൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും. യെസ്. പിന്നെ ഇത് ചിന്തിച്ച് നോക്കിയാൽ ഈ 28 വയസ്സിനകത്ത് ഞാൻ പിന്നീട് പഠിച്ചും ചിന്തിച്ചും വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ജന്മം ഉപേക്ഷിച്ചു പോയ എല്ലാ മോളിക്യൂൾസും ഈ 28 വർഷം കൊണ്ട് നാം തിരിച്ചു പിടിക്കും. അതാണ് വളർച്ച പൂർണ്ണമാകുന്നത്. നമ്മൾ മരിക്കുമ്പോൾ ദേഹം മണ്ണിലേക്ക് പോകും, അല്ല അഗ്നിയിലേക്ക് പോകുമല്ലോ. എന്താ നമ്മളെ വിട്ടുപോണത്? നമ്മുടെ ബോധം, നമ്മുടെ ഓർമ്മകൾ. അപ്പോൾ ഈ ഓർമ്മകളുടെ ഏതെങ്കിലും ഇംപ്രഷൻസ് നാം ഉപേക്ഷിച്ച മോളിക്യൂൾസിലും കാണണ്ടേ? ഉണ്ടാകും. അടുത്ത പ്രാവശ്യം നമ്മൾ ശരീരമെടുക്കുമ്പോൾ, അത് ഏത് ശരീരമെടുത്താലും ഈ ഉപേക്ഷിച്ചു പോയ തന്മാത്രകൾ നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ടാണ് വളർച്ചാഘട്ടത്തിൽ കൂടുതൽ തിന്നും, കൂടുതൽ കുടിക്കും, കൂടുതൽ വ്യായാമം ചെയ്യും, കൂടുതൽ ശ്വസിക്കും, കൂടുതൽ ഉറങ്ങും. ഇതിലൂടെ നമ്മൾ 5 രീതിയിൽ പഞ്ചഭൂതങ്ങളെ വീണ്ടും സ്വാംശീകരിച്ചിട്ട് 28 വർഷമാകുമ്പോൾ നമ്മുടെ ഓർമ്മകൾ പൂർണ്ണമാകും. അതുകൊണ്ടാണ് ഈ തീരുമാനങ്ങളിലും വ്യക്തിത്വത്തിലും വ്യക്തമായൊരു വ്യത്യാസം, ഒരു ഷിഫ്റ്റ് 28 വയസ്സിൽ വരുന്നത്. അവിടെയാണ് ശാസ്ത്രത്തിൽ മനോപ്രായം പൂർത്തിയായി എന്ന് പറയുന്നത്. ശരീരപൂർത്തിയാകുന്നത് അല്ലെങ്കിൽ 18 വയസ്സ്, 21 വയസ്സ്. മാനസികമായ പൂർത്തിയാകുന്നത് 28 വയസ്സ്. ഇനി 28 വയസ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഗുണിതം നോക്കിയേ, 35. 35 വയസ്സാകുമ്പോൾ ചെറിയ കഷണ്ടിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പിന്നെ മധ്യവയസ്സാണ്, ഗ്രോത്ത് ഇല്ല. ഈ വലിയ വലിയ പിന്നെ സ്പോർട്സ്മാൻമാരുടെയൊക്കെ റിട്ടയർമെൻറ്റ് പീരീഡ് നോക്കിയേ. ഈ 35, 42 വയസ്സിനകത്ത് മിക്കവാറും എല്ലാവരും പിന്നിലേക്ക് വലിയും. കാരണം പിന്നെ അഗ്രഷൻ ഇല്ല, വളർച്ചയില്ല. പിന്നെ ഈ 35 പിന്നെ 42. പുരുഷന്മാർക്ക് 42 വയസ്സിൽ തന്നെ തുടങ്ങും ഈ BP ഫ്ലക്ച്വേഷൻ, ചെറിയ രീതിയിലൊക്കെ. ചിലപ്പോൾ നോട്ട് ചെയ്യത്തില്ല, പക്ഷേ ഇറ്റ് ഈസ് ദെയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ മെനോപോസിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഈ 42 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് 49. 49 വയസ്സിലാണ് വ്യക്തമായിട്ടും ഈ പിന്നെ ഇതാണ് പുരുഷന്മാരുടെ ഈ പിന്നെ ഇതിൽ 49 വയസ്സിലാണ് പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ആ ഒരു വീക്കം അല്ലെങ്കിൽ വ്യത്യാസം, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്പം തങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഒരു തോന്നൽ. ഡോക്ടറെ അടുത്തൊക്കെ ചെന്ന് പറയും, ഡോക്ടറെ ഒരു ചെറിയ പെയിൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ലക്ഷണമാണ്. ആ പ്രായത്തിൻ്റെ ആ ഒരു തളർച്ച തുടങ്ങുന്ന സമയമാണ്. സ്ത്രീകൾക്കും ഡിപ്രഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹോട്ട് ഫ്ലാഷ് എന്നോ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയമാണ്. മെനോപോസുമായി ബന്ധപ്പെട്ട്. യെസ്. പിന്നെ 49 കഴിഞ്ഞാൽ പിന്നെ 56 വയസ്സിൽ ഗവൺമെൻറ്റിൽ റിട്ടയർ ആവും. അതായത് ഏകദേശം ലൈഫ് ജേണി പൂർത്തി ആയി എന്നാണ്. പിന്നെ വരുന്നത് എത്രയാണ്? 62. ഇങ്ങനെ അങ്ങോട്ട് ഗുണിതങ്ങൾ നോക്കിയാൽ ഓരോ 7ൻ്റെ ഗുണിതങ്ങളിലും സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇംപ്രഷൻസ് എല്ലാം കിടക്കുന്നത് നമ്മുടെ ഈ 7 ആധാരത്തിലാണ്. ഈ 7 ആധാരങ്ങളും നമ്മുടെ പ്രപഞ്ചശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ആഴത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം. അല്ലാതെ നമ്മൾ ബാഹ്യമായിട്ട് എത്ര ശ്രമിച്ചാലും ഈ തരം അനുഭവങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അത് അനുഭവമായും
ഒരു ആനന്ദമായി നിൽക്കും. പക്ഷേ ഈ അനുഭവവും ആനന്ദവുമാണ് നമുക്ക് ഏറ്റവും നല്ല സംതൃപ്തിയും ധൈര്യവും നൽകുന്നത്. ഇനി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഗുരുജിക്ക്. കാരണം ഈ സ്പിരിച്വലി ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഈ രോഗങ്ങളുമായിട്ട് വന്ന ആൾക്കാർ സുഖപ്പെട്ടു പോയതിൻ്റെ അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള, വളരെ സന്തോഷം തോന്നിയ എന്തെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ? എൻ്റെ ആ ഒരു മുന്നിൽ വരുന്നത് ഇതുവരെ ഈ മെഡിസിൻ പരാജയപ്പെട്ട് വലിയ വലിയ ബ്രാൻഡഡ് ഹോസ്പിറ്റലുകളൊക്കെ പറയും, നോക്ക് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനില്ല. എന്ന് പറയുമ്പോൾ ഇവർ പിന്നെ എവിടെ പോകും? അപ്പോഴാണ് ചില സമയങ്ങളിൽ അവർ ഒരു ജ്യോത്സ്യനെ അന്വേഷിച്ച് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മന്ത്രവാദിയെ അന്വേഷിച്ച് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അവരൊരു യോഗിയെ അന്വേഷിച്ച് പോകും. അപ്പോൾ ഇവിടെ ഞാൻ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ ഞാനത് ഒരു യോഗ മാത്രമായിട്ടല്ല, യോഗ തെറാപ്പി മാത്രമായിട്ടല്ല ചെയ്യുന്നത്. ഞാനത് ഒരു പിന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹെൽത്ത് സെൻ്ററായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊരു NABH ഹോസ്പിറ്റലാണ്. എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഇപ്പോൾ നാഷണൽ അക്രഡിറ്റേഷൻ ഉണ്ട്. അതാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന NABH. അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മളത് ഫുൾഫിൽ ചെയ്തേ മതിയാവൂ. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷനൊക്കെയാണ്. പിന്നീട് അത് പേഴ്സണൽ വെരിഫിക്കേഷനും ഉണ്ട്. എ ടീം ഓഫ് ഡോക്ടേഴ്സ് വിൽ കം. അവർ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഇതും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈ അത് നമ്മുടെ പൗരാണിക ശാസ്ത്രത്തിൻ്റെ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് ഈ മരുന്നും മന്ത്രവുമാണ്. അതായത് മനസ്സിനെയും ശരീരത്തെയും കൂടി ഒരുമിച്ച് കെയർ ചെയ്താലേ ഒരു ഹീലിംഗ് സാധ്യമാവുകയുള്ളൂ. അവിടെ ഞാൻ ചെയ്യുന്നത് മനസ്സിൻ്റെ ഭാഗവും മന്ത്രഭാഗവും, എനിക്ക് നല്ലൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ മരുന്നിൻ്റെ ഭാഗവും കൂടി ചെയ്യും. അത് ശരി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ പൂർണ്ണമായ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ മരുന്ന് പരാജയപ്പെടുന്നിടത്ത് പിന്നെ മറ്റ് ചികിത്സാ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെയാണ് മന്ത്രഭാഗം വിജയിച്ചു വരുന്നത്. അപ്പോൾ പരിപൂർണമായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് നമുക്ക് ആവശ്യവും അതാണ് ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ രോഗങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് വിജയിച്ചു പോകുന്നത് കൊണ്ട് എനിക്കങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരു അവസ്ഥയില്ല. അപ്പോൾ മനുഷ്യൻ്റെ സന്തോഷം, അവൻ്റെ രോഗമുക്തി കാണുമ്പോൾ ഒരു വളരെ നല്ല സുഖമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാമല്ലോ, ഒരല്പം നിരാശാജനകമാണത്. എനിക്ക് ഈ ബാഹ്യമായി കാണുന്ന സുഖവും ദുഃഖവും വലുതായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. അതെൻ്റെ ഒരു ബാഹ്യമായിട്ട് നോക്കിയാൽ, പ്രകൃതിയാൽ നോക്കിയാൽ ഒരു പരിമിതിയാണ്. എന്നാൽ ആത്മീയപരമായി നോക്കിയാൽ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതായത് ഡിറ്റാച്ച്ഡ് ആണ് എന്നാണോ പറയുന്നത്? യെസ്. ഭഗവത്ഗീത നമ്മളിപ്പോൾ പൊതുവേ ഇന്ത്യയുടെ ഒരു ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. അതിൽ ശരിക്കുള്ള യോഗി ലക്ഷണം പറയുന്നുണ്ട്. സമശത്രൗച മിത്രൗച തഥാ മാന അപമാനയോ ശീത ഉഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിത എന്നാണ്. അതായത് നിങ്ങൾക്ക് സ്വതന്ത്രമായ മുക്തമായ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അറ്റൈൻ ചെയ്യേണ്ടത് സമശത്രൗച മിത്രൗച, ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണാൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. തഥാ മാന അപമാനയോ, മാനവും അപമാനവും അതുപോലെ തന്നെ. ശീത ഉഷ്ണ സുഖ ദുഃഖ, സുഖവും ദുഃഖവും സമസംഗവിവർജിത, നിങ്ങളിത് രണ്ടും ബാധിക്കരുത്. തുല്യ നിന്ദ സ്തുതിർ മൗനി, നിങ്ങളെ സ്തുതിച്ചാലും നിന്ദിച്ചാലും മിണ്ടാതിരിക്കാൻ കഴിയണം, ഉള്ളിൽ പോലും അത് എഫക്റ്റ് ചെയ്യരുത്. അങ്ങനെ ഒരാളാണ് മുമുക്ഷു എന്ന് പറഞ്ഞാൽ മുക്തനായവൻ, യോഗി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ മനുഷ്യർക്ക് വലുതെന്ന് തോന്നുന്നത് വലുതായിട്ട് അങ്ങനെ തോന്നാറില്ല. എല്ലാം ഒരേപോലെയാണ്. യെസ്, ചെറുതെന്ന് തോന്നുന്നതും ചെറുതായിട്ട് തോന്നാറുമില്ല. ഇപ്പോൾ ഒരു പുൽക്കൊടിക്ക് പോലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു റോള് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതൊരു പർവ്വതത്തിനും പുൽക്കൊടിക്കും ഒരേ റോള് ഈ സൃഷ്ടിയുടെ മുന്നിലുള്ളൂ. പിന്നെ ഇതിൽ ഏതാണ് ശരിയും തെറ്റും, ഏതാണ് വലുതും ചെറുതും എന്നൊരു ചോദ്യം അതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ
ഇത്തരം ചോദ്യങ്ങൾ വലുതായിട്ട് എന്നെ സ്വാധീനിക്കുന്നില്ല. അവിടെ വരുന്ന എല്ലാ രോഗവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റേജാണ്. വേർ മോഡേൺ മെഡിസിൻ ഈസ് ഫെയിലിംഗ് ആൻഡ് ദെയർ ഇൻറ്റിമസി ഈസ് ഗിവിങ് എ വണ്ടർഫുൾ റിസൾട്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് പോണത്. പിന്നെ പലരും പറയാറുണ്ട്, ഇവിടത്തെ പട്ടിയും പൂച്ചയും വരെ സന്തോഷിക്കുകയാണെന്ന് തോന്നുന്നു. യെസ്, ആ ഒരു പൂർണ്ണതയുടെ വൈബ്രേഷൻ അവിടെ ഉണ്ട്. അവിടെയുണ്ട്. അത് വരുന്നവർക്കൊക്കെ അത് അനുഭവപ്പെടുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് മോഡേൺ സയൻസ് ഓൾസോ സേസ്. മൈൻഡ് ഈസ് കണ്ടേജിയസ്. Yeah. നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഒരു എന്താണ് പകർച്ചവ്യാധി പോലാണ്. ഉം, ഉം. എൻ്റെ മനസ്സ് മുക്തവും ശുദ്ധവും സന്തോഷവുമായിരുന്നാൽ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ആ വൈബ്രേഷൻ കിട്ടും. എന്നാൽ എൻ്റെ മനസ്സ് വിക്ഷുബ്ധമായിരുന്നാൽ, സങ്കടത്തിൽ അമർന്നിരുന്നാൽ അത് അവരിലേക്കും കിട്ടും. ഇതിപ്പോൾ മോഡേൺ സയൻസ് തെളിയിച്ചിട്ടുണ്ട്. യു ആർ വാട്ട് യു തിങ്ക് എന്നാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ അറിയുന്നത്, അതാണ് നിങ്ങൾ. ഇപ്പോൾ ഈ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. ഉം. നേരത്തെ ഈ ഊർജ്ജതലത്തെ കണ്ടുപിടിക്കാനായിട്ട് മെഷീൻ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലെ ഓറ എന്ന് പറയും. ഉം. അതായത് കരിസ്മ, ഓറ. യെസ്, അതായത് ഒരു ധ്യാനിച്ച് സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാളിൻ്റെ ദേഹത്ത് ഒരു പ്രത്യേക ചൈതന്യം ഉണ്ട് എന്ന് പണ്ട് ഗുരുക്കന്മാർ പറഞ്ഞിരുന്നു. ഉം. അത് ആർട്ടിസ്റ്റുകൾ അത് കേട്ടിട്ട് അവർ വരച്ചു വച്ചു, ഉം. ഒരു പ്രഭാമണ്ഡലമൊക്കെ വരച്ചു വച്ചു. ഉം. അപ്പോൾ മോഡേൺ സയൻസ് പറഞ്ഞു ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന്. എന്നാൽ ആദ്യം ഒരു റഷ്യൻ ക്യാമറ കണ്ടുപിടിച്ചു, ഉം. കിർലിയൻ ക്യാമറ. ഉം. ഈ കിർലിയൻ ക്യാമറ വെച്ചിട്ട് ഈ ശരീരത്തിലുള്ള ഊർജ തരംഗങ്ങളെ ഉം. അവർ ശരിക്കും ക്യാപ്ചർ ചെയ്തു, അത് ഫോട്ടോ ആക്കി. ഉം. അതാണ് ആദ്യമായിട്ട് ഈ എനർജി ബോഡിയെ കണ്ടെത്തിയ ക്യാമറ. ഇൻറ്റിമസിയിൽ അതുണ്ട്. അത് ശരി. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസാണ്. ആ. ഇത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജ നിലയെ ഈ ക്യാമറ ക്യാപ്ചർ ചെയ്ത് കാണിക്കും. ഉം. എന്നിട്ട് ശരീരത്തിൻ്റെ ചക്രങ്ങളെ, ഉം. നമ്മുടെ യോഗയിലുള്ള 7 ചക്രങ്ങളുടെ പൊസിഷൻ ഈ ക്യാമറ കാണിക്കും. അത് ശരി. എന്നിട്ട് ഈ പൊസിഷൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ ഏതിൽ എനർജി കൂടുതൽ, ഏതിൽ എനർജി കുറവ് എന്ന് ഈ ക്യാമറ കാണിക്കും. എന്നിട്ട് അത് ശരിക്കൊരു മെഡിക്കൽ എയ്ഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഉം. പക്ഷേ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ആധുനിക ശാസ്ത്രത്തിന് അവരുടേതായിട്ടുള്ള ചില Limit. ശാഠ്യങ്ങളുണ്ടല്ലോ. ഓ ഓ. അതുകൊണ്ടാണ് ദേ ആർ നോട്ട് ഇൻക്ലൂസീവ്. യാ. അപ്പോൾ അതങ്ങനെ വിട്ടേക്കുക. പക്ഷേ ഇത് നമ്മുടെ ഈ പാരമ്പര്യ ശാസ്ത്രവുമായിട്ട് 100% ചേർന്ന് നിൽക്കുന്ന ഒരു ആധുനികമായ കണ്ടെത്തലാണ്. അടുത്തത് വന്നതാണ് മാഗ്നറ്റോമീറ്റർ. ഉം. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഉം. ഈ മാഗ്നറ്റോമീറ്റർ വെച്ചിട്ട് ഞാൻ ഈ ദേഹത്തെ ഇപ്പോൾ അളന്നാൽ അവർ കണ്ടെത്തിയത് ഈ തലയോട്ടിയിൽ നിന്ന് 2 ഇഞ്ച് അകലത്തിൽ ഉം. എനർജി വൈബ്രേറ്റ് ചെയ്യുന്നത് കാണുന്നു. അതേ എനർജി നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുകയും അതിന് വേരിയേഷൻ വരികയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്ന് അത് പോകുന്നത് 6 അടി ദൂരെയാണ്. 6 അടി ദൂരത്തിൽ നമ്മുടെ വേറൊരു ദേഹം നിൽപ്പുണ്ട്. പണ്ട് പ്രാണമയ കോശം ഇങ്ങനെ വികസിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പഞ്ചകോശങ്ങൾ, അന്നമയം, ദ ടാഞ്ചബിൾ ബോഡി, പ്രാണമയം, എനർജി ബോഡി, മനോമയം, മെൻ്റൽ ബോഡി, വിജ്ഞാനമയം, ഇൻ്റലക്ച്വൽ ബോഡി, ആനന്ദമയം, സ്പിരിച്വൽ ബോഡി. ഇങ്ങനെ 5 കോശങ്ങളുണ്ടെന്ന് ആയുർവേദത്തിലും യോഗയിലും എഴുതി വച്ചിട്ട് എത്ര 1000 വർഷങ്ങളായി. ആധുനിക ശാസ്ത്രം കണ്ണിന് കണ്ടാലല്ലേ മനസ്സിലാവൂ, വിശ്വസിക്കൂ. അവർ മെഷീൻ ഉപയോഗിച്ചപ്പോൾ അത് കണ്ടപ്പോൾ മാഗ്നറ്റോമീറ്റർ വച്ചിട്ട് ഇതവർ കണ്ടെത്തി. അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തലച്ചോറിൻ്റെ 60 ഇരട്ടി പവർഫുള്ളായിട്ടാണ് നമ്മുടെ ഹൃദയ വികാര തരംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? തീർച്ചയായും. അപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ടിങ്ങനെ ത്രസിക്കുമ്പോൾ എൻ്റെ ചുറ്റും മുന്നിൽ 6 അടി അകലത്തിൽ വരുന്നവന് ഈ എനർജി കിട്ടും. കിട്ടും. സോ ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ മേക്ക് എവരിബഡി ഹാപ്പി, ഇല്ലേ? ഇതാണ് മനസ്സിൻ്റെ ശക്തി. ഇത് നമ്മുടെ കേന്ദ്രത്തിൽ എല്ലാവരും ഇങ്ങനെ സുഖവും സന്തോഷവും അനുഭവിക്കുമ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് കളക്റ്റീവ് എനർജി, യാ. ഇല്ലേ? ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ, വിക്ഷുബ്ധമായ മനസ്സോടെ ഒരാൾ അമ്പലത്തിൽ പോകുമ്പോൾ അവനൊരു ആശ്വാസം കിട്ടും. പിന്നെ അത് ക്രിസ്ത്യനാണെങ്കിൽ അവൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുമ്പോൾ കിട്ടും, മുസ്ലിം ആണെങ്കിൽ അവൻ്റെ മോസ്കിൽ പോകുമ്പോൾ കിട്ടും, സിഖ് ആണെങ്കിൽ അവൻ്റെ ഗുരുദ്വാരയിൽ പോകുമ്പോൾ കിട്ടും. എന്തുകൊണ്ടാണ്? അവൻ്റെ വിശ്വാസമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. എന്നിട്ട് ഈ പിന്നെ സമാന ചിന്താഗതിക്കാരായ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം,
ഈ എനർജി അവരവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എ കളക്റ്റീവ് എനർജി. ആ എൻവയോൺമെൻറ്റിൽ ഇവൻ ചെന്ന് കയറുമ്പോൾ എന്ത് പറ്റും? ആ എനർജി ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ സട്ടിൽ ബോഡി ഈസ് ദെയർ ഉം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഷോൺ ആൻഡ് പ്രൂവൺ ബൈ മോഡേൺ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ പൗരാണിക ശാസ്ത്രത്തിനെ നമ്മൾ കളയേണ്ട കാര്യമില്ല. അതിനെ ആധുനികതയുടെ ആ ഒരു മേർജ് ആ, ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? അതിനെ അവലംബമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഇന്നത്തെ മനുഷ്യന് വേണ്ടത്. ഹീ കനോട്ട് ഗോ ബാക്ക് ടു ഫോറസ്റ്റ്. നമുക്ക് കാട്ടിൽ പോയി ഇനി ജീവിക്കാൻ പറ്റില്ല. പറ്റില്ല. പക്ഷേ കാട്ടിലെ ജീവിതം മറന്നുകൊണ്ട് ഇപ്പോൾ ജീവിക്കാനും പറ്റില്ല. ആ. അപ്പോൾ കാട്ടിലെ ആ ഒരു പിന്നെ നമ്മുടെ ഉണ്മയെ, റൂട്ട്സിനെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ യെസ്, പറ്റില്ല. ആ റൂട്ടിനെ ഉള്ളിൽ തെളിച്ചുകൊണ്ട് ആധുനികതയുടെ എല്ലാ കാര്യങ്ങളെയും അഡോപ്റ്റ് ചെയ്താൽ യു ക്യാൻ ഹാവ് എ കംപ്ലീറ്റ് ഹാപ്പി ബട്ട് ഡിറ്റാച്ച്ഡ് ലൈഫ്. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ യു ക്യാൻ മാസ്റ്റർ ദ സ്ട്രെസ് ബൈ ദിസ് ഐഡിയ. ഉം. മനസ്സ് പിടിവിട്ട് കുട്ടികളാണ് വരുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മരുന്ന് കഴിച്ച് മടുത്ത് ഗുരുജി അല്ലെങ്കിൽ സ്വാമി അല്ലെങ്കിൽ അങ്കിളെ ആ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യമാണ്. വെറുതെ ഇങ്ങനെ കിടക്കാനേ Drowsy പറ്റൂ. ആയിട്ടിരിക്കുക. ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ, അതിനെ ആഹാരവും മാറ്റി ബ്രീത്തിങ് എക്സസൈസും പറഞ്ഞു കൊടുത്ത് 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞ് ഈ കുട്ടി വന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, അങ്കിളെ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഒരു ഒരു സന്തോഷമുണ്ടല്ലോ. ഇതിങ്ങനെ സ്ഥിരമായി വരുന്നതാണ്. ഇനി ഇൻറ്റിമസി വില്ലേജിനെ കുറിച്ച് ഞാൻ എപ്പോഴെങ്കിലും വരണം എന്ന് മനസ്സിലുണ്ട്. ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് തോന്നി. ബിക്കോസ് നമ്മളെല്ലാവരും ഇൻ എ വേ ഒരു സൈലൻസ് അന്വേഷിക്കുന്നവരാണല്ലോ. ഈ ബഹളത്തിനകത്തു നിന്നൊക്കെ ഒന്ന് മാറി നമുക്കൊരു സ്പേസിൽ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ, അതാ എല്ലാവരും ഓടുന്നത് അതിൽ നിന്നാണല്ലോ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ. നമ്മൾ 24 hours നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫോണായിരിക്കാം, ചിലപ്പോൾ ജോലിയായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഓവർ തിങ്കിങ് ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റിമസി വില്ലേജ് എനിക്കൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ, ഞാൻ ഈ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ തിരിച്ച് മസ്കറ്റിൽ തന്നെ പോയി. അവിടെയാണ് ഞാൻ എൻ്റെ കർമ്മമണ്ഡലം രണ്ടാമതും തുടങ്ങിയത്. അത് ശരി. പിന്നീട് ഹോളണ്ടിൽ ഒരെണ്ണം തുടങ്ങി, എത്യോപ്യ, ബെൽജിയം, ഈ സ്ഥലങ്ങളിലേക്ക് ഈ ആശയത്തെ വ്യാപിപ്പിച്ച് സെൻറ്ററുകൾ തുടങ്ങി പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ ഈ യാത്രകൾ പിന്നെ എന്താണ്, ഈ ആധുനിക മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ഒരല്പം സ്വസ്ഥത, ഒരു ധൈര്യം. ഭയന്ന ജീവികളാണ്. നമുക്ക് അറിവുണ്ടെന്ന് നാം പറയുന്നെങ്കിലും സത്യത്തിൽ ആധികാരികതയില്ല. എന്തോ ഉണ്ട്, പക്ഷേ അതിൽ നമുക്ക് വിശ്വാസമില്ല. ഇല്ല, കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനാണ്, ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ ആൾക്കാരുടെ ദുഃഖം കണ്ടപ്പോൾ ഓരോരുത്തരിലും എത്തുന്നതിന് എനിക്ക് പരിമിതി ഉണ്ടായി. അപ്പോഴാണ് ഒരു ചിന്ത, എന്നാൽ ഇതിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിക്കൂടെ? അങ്ങനെ ഒരു ചിന്ത ഇരിക്കവെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. നാം ഈ ചിന്തിക്കുന്നതെല്ലാം എപ്പോഴോ നടന്ന കാര്യങ്ങളാണ്. നാം ഇപ്പോൾ ഈ സംസാരിക്കുന്നത് വേണമെങ്കിൽ വാദത്തിന് പറയാം, ഇത് ഞങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഫിക്സ് ചെയ്ത് സംസാരിക്കുന്നതാണെന്ന്. എന്നാൽ ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പേ നമ്മൾ തമ്മിൽ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ മോഡേൺ സൈക്കോളജിയും പഠനങ്ങൾ അതിലേക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുന്നു എന്ന് വെക്കുക. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അല്ലാതെ എങ്ങനെയാ? എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നാശം, അതായത് ഇന്നത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കത്തിച്ച് കളഞ്ഞാൽ ഒരു എനർജി ലെവൽ ഉണ്ടായിരിക്കുമല്ലോ. ആ എനർജി ലെവലിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് ഹൈ ലെവൽ ഫിസിക്സ് ആണത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് മനസ്സിലാക്കാനായിട്ടൊരു ഐഡിയ, നമ്മളൊരു പുസ്തകം വായിക്കുന്നു എന്ന് വയ്ക്കുക, ഒരാളുടെ ജീവചരിത്രം. അയാൾ കുട്ടിയായിരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ 300-ാമത്തെ 400-ാമത്തെ പേജിൽ ഈ മനുഷ്യൻ വയസ്സായി മരിക്കുന്നതും എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ എത്തിയില്ല. പിടികിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആ മരിച്ച കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനിച്ച കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട്. ഇതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് കാര്യം പറയുമ്പോൾ നമുക്ക് മുന്നേ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഈ ബുക്ക് ഓഫ് നേച്ചറിലുണ്ട്. സംഭവിച്ചതും സംഭവിക്കുന്നതും റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഇത് സാധാരണ മനസ്സിന് നമുക്ക് വഴങ്ങില്ല.
ഇല്ല. ഇല്ല. നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ. അതെ. അപ്പോൾ ഈ മനസ്സിന് വഴങ്ങാത്ത കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുമ്പോൾ ആണ് നമുക്ക് ആനന്ദമുണ്ടാകുന്നത്. ഉം. അല്ലെങ്കിൽ നമുക്ക് ബോധ്യം തരുന്ന കാര്യങ്ങളെ ആവർത്തിച്ചറിയുമ്പോൾ നമുക്ക് അതിനോടൊരു ആസക്തി കുറയും. അതിനൊരർത്ഥമില്ലായ്മ. ഉം. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ഉം. ഈ മായയിൽ നമ്മൾ ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാതെ തന്നെ ഒരു ഭയം, ഉം. അതായത് ഇതെനിക്ക് സ്ഥിരമല്ല എന്ന ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ ഭയമാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണം. ഇത് അറിയുന്നില്ല. ആധുനിക മനുഷ്യൻ ഇതറിയുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. ആ പരാജയത്തിൽ നിന്നാണ്, പരാജയഭീതിയിൽ നിന്നാണ് ഈ ഇത്തരം ചോദ്യങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ലോകമെന്ന വിദ്യാഭ്യാസ രംഗത്ത് വളരെ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ്. മെറ്റീരിയൽ സയൻസ് ഈസ് വെരി മച്ച് ഇൻടു ഇറ്റ്സ് പീക്ക്. ഉം. അവരവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനി അപ്പുറം എന്ത് എന്ന ഒരു അന്വേഷണത്തിലേക്ക് അവരെത്തിയപ്പോൾ ദേ ഗോട്ട് ദ ആൻസർ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യൻ ട്രഡിഷൻ. ഉം. വേർ ദ അൾട്രാ മോഡേൺ സയൻസ് ഹാസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്ഡ്, ഉം. there the Indian spirituality has got its beginning. ഇത് പറഞ്ഞത് ഹൈ എനർജി ഫിസിസിസ്റ്റ് ഡോക്ടർ ഫ്രിജഫ് കാപ്രയാണ്. ഓ, ദി ടേണിംഗ് പോയിന്റ് എന്ന പുസ്തകം എഴുതിയത്. അത് ശരി. അപ്പോൾ ഇത് ലോകത്തിൻ്റെ മുന്നിൽ ഈ ഹൈലി ഇൻ്റലക്ച്വലായിട്ടുള്ള സക്സസ്ഫുൾ എന്ന് നമ്മൾ ധരിക്കുന്ന ആൾക്കാരുടെ ഒരു ചോദ്യമാണ് ഈ പിന്നെ ഉത്തരമില്ലാതെ കിടക്കുന്നത്. അത് ഭാരത പൈതൃകത്തിലുണ്ട്. അതിൻ്റെ ഒരു വക്താവാണ് ഞാൻ. ഉം. അപ്പോൾ അവരുടെ ആ ഒരു പ്രതീക്ഷ, ആ ഹൈ ഡിമാൻഡ്. അപ്പോൾ ഓരോരുത്തരിലേക്ക് ഞാൻ എത്തുന്നതിനേക്കാൾ നല്ലത് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ആ ഒരു റിയൽ ബ്ലെൻഡിൽ ഇവർക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കാം എന്ന ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇൻറ്റിമസി ഹീലിംഗ് വില്ലേജ് എന്ന ആ ഒരു സംവിധാനം വളർന്നു വന്നത്. പക്ഷേ അവിടെയും ഈ നമ്മുടെ പൈതൃക സങ്കല്പം ചികിത്സിക്കുന്നത് ലക്ഷണങ്ങളെ അല്ല. പൈതൃക സങ്കല്പം അല്ലെങ്കിൽ ശാസ്ത്രം ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് കോസിനെയാണ്. ഇപ്പോൾ എനിക്കൊരു രോഗമുണ്ടെങ്കിൽ ആ രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കും. ഔഷധ കൊടുത്ത് ആ ലക്ഷണങ്ങളെയാണ് മാറ്റുന്നത്, രോഗത്തിൻ്റെ കാരണത്തെ അല്ല. കാരണം മാറുന്നത് ആന്തരികമായി നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി മാറുമ്പോഴാണ്. പ്രകൃതിയല്ലേ രോഗം സൃഷ്ടിക്കുന്നത്, അല്ലേ? പ്രാണൻ കൃത്യമായി പ്രവർത്തിക്കുന്ന ആണ് പ്രകൃതം എന്ന് പറയുന്നത്. അത് എപ്പോൾ തെറ്റായി പോകുമ്പോൾ അതിനെ വൈകൃതം എന്ന് പറയും. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ, ജീവൻ, നേരത്തെ പറഞ്ഞല്ലേ സ്പിരിറ്റ് വൈറസ്, അത് വ്യക്തമായി മുന്നോട്ട് പോകുന്നത്, സുഖകരമായിരിക്കുന്നതാണ് പ്രകൃതി. എന്നാൽ അത് എപ്പോഴാണോ തെറ്റുന്നത്, താളം തെറ്റുന്നത്, അത് വികൃതി. അപ്പോൾ വികൃതിയാണ് രോഗം. അപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങളുമായി ശരീരത്തെ, ജീവിതത്തെ ചേർത്ത് നിർത്തിയാൽ ആ വികൃതം മാറിയിട്ട് സുഹൃതം അല്ലെങ്കിൽ പ്രകൃതം വരും. അപ്പോൾ ആ സുഖം മാറിയിട്ട് സുഖം ആര് ക്രിയേറ്റ് ചെയ്യും? ശരീരം ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു ആർ ഇമ്മ്യൂൺഡ്, വിച്ച് ഡിസീസ് ക്യാൻ പുട്ട് യു ഡൗൺ? ചോദിക്കുക. അപ്പോൾ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളുണ്ട്. സിംറ്റംസിനെ അനലൈസ് ചെയ്താണ് രോഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. എന്നാൽ പ്രതിരോധ ശേഷി ആർജിച്ചൊരു മനുഷ്യന് രോഗങ്ങളുണ്ടാവുമോ? ഉണ്ടാവില്ല. ഇല്ല. ഇതാണ് ഭാരത പൈതൃകം. അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത രോഗത്തിൻ്റെ പിന്നാലെ ഓടി ഇല്ലാത്ത നിഴലിനോട് യുദ്ധം ചെയ്ത് തളരുന്ന മനുഷ്യൻ, രോഗാതുരനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, ഭാരത പൈതൃകം പറഞ്ഞു, നിന്നിലേക്ക് നോക്കുക, തിരിച്ചറിവ്. അറിവ് ആണ് ഈ സങ്കടമുണ്ടാക്കുന്നത്. എന്നാൽ ഇന്ദ്രിയങ്ങളെ തിരിച്ച്, ഉള്ളിലേക്ക് തിരിച്ച്, അവൻ്റെ ഉള്ളിലേക്ക് അറിയുന്ന ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ ശ്രമത്തെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. തിരിച്ചറിവുള്ള മനുഷ്യന് ദുഃഖമില്ല, രോഗവുമില്ല. ഇത് ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. പക്ഷേ ഇത്ര ലളിതമാണ് സത്യത്തിൽ ചികിത്സ. പക്ഷേ ചികിത്സ ഇപ്പോൾ ലളിതമാണോ? അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ്. ഇത്ര ലളിതവും സുഖകരവുമാണ് ജീവിതം. എന്നാൽ ജീവിതം, ആധുനിക മനുഷ്യൻ്റെ ജീവിതം സുഖകരവും ലളിതവുമാണോ? അല്ല. താങ്ക് യു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് പൊതുവേ തന്നെ ലൈഫ് ഫിലോസഫിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം എനിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.
എന്നെങ്കിലും ഇന്റിമസി വില്ലേജിൽ വരാൻ പറ്റുംന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമസ്തേ. നമസ്തേ.